നമസ്കാരം, IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നേക. എങ്ങനെയാണ് ഈസിയായി കുക്കറിൽ ഒരു കുറുമ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചേർക്കുന്നുണ്ട്. ഏലക്കായയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കറുവപ്പട്ടയോ ഒരു കഷ്ണം കറുവപ്പട്ടയോ ഗ്രാമ്പോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു ടേസ്റ്റിലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ ഏകദേശം ഒരു 6 വിസിലോളം ഇതിന് വരുത്തും. കാരണം നന്നായി ഒന്ന് ഉടയണം, ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായി ഉടയണം. ആ പാകത്തിലായിരിക്കണം അതിന്റെ വേവ് കേട്ടോ. ഞാൻ 6 വിസിൽ എന്തിനാ അടിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് ഉടയണം, എന്നാലാണ് ആ കുറുമ ഒന്ന് കുറുകി കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, കുട്ടികൾ ഇങ്ങനെ കഷ്ണങ്ങളായി കിടന്നാൽ അത് കഴിക്കില്ല. അപ്പൊ അവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ളൊരു ട്രിക്കും കൂടിയാണ് ഇത്. നന്നായി ഉടഞ്ഞ് അത് അലിയുന്ന പോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നന്നായി കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉടയ്ക്കുന്നത്. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ 4 വിസിൽ കൊടുത്താൽ മതി. അതിനിടയിൽ നമ്മൾ തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. തൻപാല് മാറ്റി വെച്ചിട്ട് ബാക്കി 2, 3 കൂടിയിട്ട് ഒറ്റ പാല് അത് മതി കേട്ടോ. ഇതാ എയർ പോയതിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കി. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് നന്നായി ഇതുപോലെ ഉടച്ചു കൊടുക്കുക. നന്നായി ഉടയണം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ എന്നാലാണ് അത് കഴിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉടച്ചു കൊടുക്കണം. നിർബന്ധമില്ല ഉടയ്ക്കണമെന്ന്. അതിലേക്ക് ഇതാ നമ്മുടെ തേങ്ങാപ്പാല്, 2ാം പാല്, 2ഉം 3ഉം കൂടി ഒരുമിച്ചാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. ആ പാല് അതിലേക്ക് ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോൾ തിളയ്ക്കുന്നത് വരെ നമ്മൾ നന്നായി ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചില പാല് പിരിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നന്നായി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അതാ തള വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോ സിമ്മിലേക്ക് ഇത് മാറ്റണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക കേട്ടോ. കുറുകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ കുറുകി വരുമ്പോൾ നമ്മുടെ തൻപാല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൻപാല് ചേർത്ത് കഴിഞ്ഞാൽ തിളക്കരുതെന്നാണ് പറയാ. അപ്പൊ തൻപാല് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്തു. അപ്പൊ നമ്മുടെ കുറുമ തയ്യാറായിട്ടുണ്ട്. ഇനി അവസാന ഘട്ടത്തിലേക്കാണ്. നമുക്ക് അതിൽ കടുക് ഒന്ന് താളിക്കണം. അതിനായിട്ട് നമ്മുടെ ചീനച്ചട്ടി വെക്കുന്നുണ്ട് അടുപ്പത്ത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെളിച്ചെണ്ണ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. കുറച്ച് തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞാൽ നമ്മളത് കുറുമയിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ കറിവേപ്പില ചേർക്കുന്നില്ല കേട്ടോ, നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ കുറുമക്കറി തയ്യാർ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് അപ്പമാണ് കേട്ടോ. അപ്പത്തിന്റെ ഒപ്പമാണ് നമ്മൾ ഈ കുറുമക്കറി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളുടെ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.